ഹലോ അളിയ, ഞാനിവിടെ എത്തി. അളിയ വണ്ടി വർക്ക്ഷോപ്പിലാ, നീ ഒരു ഓട്ടോ പിടിച്ചിങ്ങോ, ഞാൻ റൂമിലുണ്ടാവും. അന്നിട്ട് നിർത്ത്. ഇത് തന്നെ ഇത് തന്നെ. എത്രയാ? 50. ദാ തടിയാ, എടാ കിസ് പൊടിയാ. തടിയാ, 7 വർഷം കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ അളിയാ ഈ മുറിക്ക്. ഇത്രയും കാലം ഞാൻ തന്നെയല്ല അവിടെ താമസിച്ചത്, അതുകൊണ്ടാ. അല്ല, നീ ഇനി എന്നാ തിരിച്ച്? അടുത്ത 2-ാം തീയതി ദുബായിലേക്ക് പോണ്ടതാ. അതിനു മുമ്പ് ഒരു 28-ാം തീയതി വരെ ഞാനിവിടെ ഉണ്ടാവും. ആ ഹലോ, ശരിയായാ? ആ ഞാൻ ദേ വരുന്നു. ഡാളിയ, നീ വർക്ക്ഷോപ്പിൽ നിന്നാ, നീ ഒന്ന് കുളിച്ച് റെഡിയാവോ, ഞാൻ ഇപ്പോൾ വരാം. പൊറോട്ടയും ബീറുവാ. നന്നായി. വർക്ക്ഷോപ്പിൽ 1000 രൂപ കയറി. എടാ, ഞം ബഷീറിന്റെ കോണ്ടാക്ട് നമ്പറോ അഡ്രസ്സോ വല്ലതും കിട്ടിയായിരുന്നോ? പിന്നെ അവനിപ്പോ ബർഗണ്ടിയുടെ കമ്പനിയില, ലാഭം വഴി ഒപ്പിച്ച്. നന്ദിനി വരത്തില്ലാന്ന്, അവളുടെ മാമന്റെ മോളുടെ 28-ഓ മണ്ണാങ്കട്ടെ മറ്റോ ആണെന്ന്. വരുന്നവര് വരട്ടെ, എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് കാണണം. ഗൾഫിലെ തീവെയിൽ ജീവിക്കുമ്പോ ഓർക്കാനായിട്ട് കുറെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. എല്ലാരും വരുമളി, അടുത്ത തിങ്കളാഴ്ച നമ്മൾ തകർക്കും. ഒരു ചിയേഴ്സ് പറയാളിയാ. ചിയേഴ്സ്. ക്യാമ്പ് ഇവിടെയല്ല, അടുത്ത സ്റ്റോപ്പിലാ. ആരെങ്കിലും കാണാനാണോ? അല്ല മോനെ, ബി പോസിറ്റീവ് രക്തം വേണം, അത് അവിടെ ചെന്നാൽ കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞു. ബി പോസിറ്റീവ് അല്ലേ? ഞാൻ തരാം. വലിയ ഉപകാരം മക്കളെ. മോന് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഒന്നും വേണ്ടമ്മേ, രക്തദാനം മഹാദാനം. വിരോധമില്ലെങ്കിൽ മോന്റെ നമ്പറൊന്നും തരാവോ? അതിനെന്താ അമ്മേ, എന്തെങ്കിലും ഉണ്ട് വിളിച്ചാ മതി. ഹലോ, ബർഗണ്ടി മോനെ, കാലം കുറയാലോടെ നിന്റെ ശബ്ദം കേട്ടിട്ട്. നീ കോഴിക്കോട്ടിൽ നിന്ന് വരും? അളിയാ, അടുത്ത വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ എത്തും. എല്ലാവരും ഉണ്ട്, ഞങ്ങളെ ഞം ഉണ്ട്. ഓ, ഞം അളിയന്റെ കൂടെ അല്ലേ? ഒന്നും പറയണ്ട. ആ പിന്നെ ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് സോമതീരം ബീച്ചിലല്ലേ? യെസ്, പഴയ കാലത്തിന്റെ ഓർമ്മകളും സൗഹൃദങ്ങളും ഒക്കെ പങ്കുവെച്ച് നമുക്ക് അവിടെ കൂടാം. ആരെയും കാണുന്നില്ലല്ലോ അളിയ.
നീ അടങ്ങടേ, അവര് വരും. ഹായ്. എന്താ അളിയാ, നമ്മുടെ ഷേർലി. എനിക്ക് സർപ്രൈസ് ആയിട്ടോ. എന്തായത് ഈ നെത്തോലി പോലെ ഇരുന്ന് നീ എങ്ങനെയാണ് ഈ കോലമായ? ഒരു ചെറിയ മീനൊന്നും അല്ല. എടാ, നീ ഇതുവരെ ഇവളെ വിട്ടില്ലേ? അല്ലേന്ന് പോയി കിട്ടണ്ടേടേ. ഇല്ല, ഇവനെയും കൊണ്ടേ ഞാൻ പോവൂ. സ്വപ്നത്തിൻ ചിറകിൽ ആകാശം കീഴടക്കാൻ കാണാത്തൊരു കാഴ്ചയ്ക്കാൻ കാറ്റിൽ പറന്നുയരാ. തെയ്യം തകതകതയും പാട്ടും പാടിപ്പോകാം, കാറ്റിന്റെ താളത്തിൽ പുഴയൂതാം. തെയ്യം തകതകതയും പാട്ടും പാടിപ്പോകാം, കാറ്റിന്റെ താളത്തിൽ പുഴയൂതി. മാമല കേറാം, ആകാശം മാമല മേലെ കയ്യെത്തുമ്പോൾ കാൽമുകിലൊന്നായി ചേർന്നലയാ. മലകൾക്കും താഴെ കാണാത്തൊരു സുന്ദരിയുണ്ട്, കാൽമുകിലൊന്നായി ചേർന്നലയാ. മലകൾക്കും താഴെ കാണാത്തൊരു സുന്ദരിയുണ്ട്. ഹലോ 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 ചേട്ടാ, ആരാ സംസാരിക്കണേ? ചേട്ടൻ എവിടെയാ? ചേട്ടൻ കടപ്പുറത്താണല്ലേ? നല്ല രസമുണ്ട് തിരയുടെ പാട്ട് ഹലോ, കേൾക്കാൻ. ഇതാരാ? ഞാൻ കോയിബുത്തിന്നാ വിളിക്കണേ. ചേട്ടൻ മുമ്പ് ഒരു ദിവസം രക്തം തന്നില്ലേ? എന്റെ അമ്മയാ അത്. അയ്യോ, ഇപ്പൊ ഹലോ ഹലോ ഹലോ. ഒന്നായി ചെറിയ സൗഹൃദം ചാഞ്ചാടിയാടുന്നേ. ഹൃദയത്തിൻ താളങ്ങൾ ഒന്നായി ചെറിയ സൗഹൃദം ചാഞ്ചാടിയാടുന്നേ. ആരോരും ആരോരും എൻ മനസ്സിൽ ചിര 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 ചാറ്റൽ മഴയിൽ. ആരോരും ആരോരും എൻ മനസ്സിൽ ചിര 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 ചാറ്റൽ മഴയിൽ. ഇവിടെയും പൊങ്കാവരം സ്വപ്നത്തിൻ ചിറകിൽ ആകാശം കീഴടക്കാൻ കാണാത്തൊരു കാഴ്ചയ്ക്കാൻ കാറ്റിൽ പറന്നുയരാം. ആ ഞമ്മളിന്റെ സംസാരത്തിന് ഒരു മാറ്റവും ഇല്ല ലളിയ. അപ്പൊ ബർഗണ്ടിയോ? നമ്മുടെ ഷെയറിൽ കയറിയ ചീർത്തല്ലേ? അയ്യോ, കറണ്ട് കട്ടായ? കരണ്ട് കെട്ടായതല്ല, ബില്ലടച്ചില്ല.
ഹലോ. ഹലോ ചേട്ടാ, എന്നെ മനസ്സിലായോ? ഞാൻ ഇന്നലെ വിളിച്ച. പിന്നെ എന്താ ഒരു ശബ്ദം, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ നിറയെ കാക്കകളാ ചേട്ടാ. കാക്ക എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ഇവിടെ കിടന്ന് കരയുക. പാവം, ഒരു കാക്ക കുഞ്ഞ് ചത്തതിന്റെയാ ഈ നിലവിളി. അല്ലേലേ കാക്കകൾക്ക് എന്നാ എത്ര സ്വരൂപ്പാ അല്ലേ? പിന്നെ അതുമാ. ഹലോ ഹലോ ഹലോ. ഇവിടെ നിറയെ കാക്കകളാ ചേട്ടാ. കാക്ക എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ. അളിയ അളിയ, ഈ കാക്കയെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? നല്ല മനുഷ്യനാ. അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് വാടകയ്ക്ക് വരുമോ? അതല്ലടാ, ഈ കാക്ക കാക്ക. ഹലോ അളി, ഒരു മിനിറ്റ് കേട്ടോ. എന്താ ഇത്ര നേരമായിട്ട് വിളിക്കാഞ്ഞേ? സാറേ, പുസ്തകം നോക്കാം സാർ. നല്ല പുസ്തകമുണ്ട് സാർ. ചേട്ടാ, ആട് ജീവിതമുണ്ട്. നല്ല ഉഗ്രം ബുക്കാണ് ചേട്ടാ. വേണ്ട 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 ചേട്ടാ, നല്ല ഉഗ്രം പുസ്തകമാണ്. നല്ല ഉഗ്രം ബുക്കാണ്. ഹലോ ഹലോ ചേട്ടാ, പുസ്തകം വായിക്കാറുണ്ടോ? ഇല്ലെങ്കി വായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ആടുജീവിതം. എന്തൊരു പുസ്തക! ഈ ഗൾഫ് എന്നൊക്കെ പറയണതേ നമ്മൾ അറിഞ്ഞതൊന്നും അല്ല. എന്തൊരു കഷ്ടമാണ് മനുഷ്യന്റെ ജീവിതം. ഇവിടെ കുറെ ആഘോഷിച്ചിട്ട് അങ്ങ് ചെല്ലും സൂഹിക്കാനൊന്നും പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയൂ അതിന്റെ. ഹലോ 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 ഹലോ. ചേട്ടാ, എന്തേ നിനക്ക് നാളെ പരീക്ഷ? പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നാം പൊഴിച്ചു കളയുന്ന തലമുടികളുടെ എണ്ണം ഒന്ന് ഓർത്തു നോക്കൂ. ഇനി മുതൽ പൊഴിയുന്നതിന് മുമ്പ് അതിനെ പിഴുതെടുക്കുക. കീമോതെറാപ്പിയിലൂടെ മുടി നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്കായി സംസ്ഥാന ആരോഗ്യ മിഷൻ മുടി ശേഖരിക്കുകയാണ്. ഹലോ ഹലോ ചേട്ടാ, പത്രത്തിലൊരു കാര്യം കണ്ടോ? നമ്മുടെ ഗവൺമെന്റ് മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്കായി മുടി ശേഖരിക്കുന്നുവെന്ന്. അതിന്റെ ഉദ്ഘാടനം ഒരു സിനിമാ താരം 7 മുടി കൊടുത്ത് നിർവഹിച്ചു. നല്ല കാര്യം തന്നെയല്ലേ ചേട്ടാ? അല്ല, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എത്ര അതല്ല, മുടിയില്ലാതെ. അതുപോട്ടെ, ഞാൻ കുട്ടിയെ തിരിച്ചു വിളിക്കട്ടെ? അത് വേണ്ട, ഞാൻ കോയമ്പത്തൂന്നാ വിളിക്കുന്നേ. എനിക്ക് ചിലത് പറയാൻ തോന്നും. കുഴപ്പമുണ്ടോ? അയ്യോ ഇല്ല, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഞാൻ വിളിക്കും. ചേട്ടൻ. ഹലോ ഹലോ ഹലോ. എന്ത് മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്കായി മുടി ശേഖരിക്കുന്നുവെന്ന്. ഹലോ, എവിടെ? ഹലോ സ്വപ്നത്തിൽ ചിറകിൽ ആകാശം കീഴടക്കാം. അതെ അതെ. ഹലോ കാഴ്ചയ്ക്കാൻ കാറ്റിൽ പറന്നുയരാം. സ്വപ്നങ്ങൾ നീയാൽ കൂട്ടാനുണ്ട്. കൂട്ടിനായി ഞാനും കൂടെയുണ്ടേ.
പൂക്കൾ നെയ്യാം പൂക്കായ്കളുണ്ടേ കൂട്ടിന ഞാനും കൂടെയുണ്ടേ ആരാണിവളാരാണ് എൻ മനസ്സിൽ പുതിയൊരു പുളകം തീർത്തൊരു മഴയായി ആരാണിവളാരാണ് എൻ മനസ്സിൽ പുതിയൊരു പുളകം തീർത്തൊരു മഴയായി കതിരോട് പോയി മറയും മുമ്പേ ഹലോ സ്വപ്നത്തിൻ ചിറകിൽ ആകാശം കീഴടക്കാം കാണാത്തൊരു കാഴ്ച കാറ്റിൽ പറന്നുയരാം തിത്തയും തകതകതയും പാട്ടും പാടിപ്പോകാം കാറ്റിന്റെ താളത്തിൽ തിത്തയും തകതകതയും പാട്ടും പാടിപ്പോകാം കാറ്റിന്റെ താളത്തിൽ ഉടലൂന്നി മാമല കേറാം ആകാശം മാമല മേലെ കൈയെത്തുമ്പോൾ കാമുകിലൊന്നായി ചേർന്നലയാം മലകൾക്കും താഴെ കാണാത്തൊരു സുന്ദരിയുണ്ട് അളിയ ഒരു പെണ്ണെന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നു. പെണ്ണ? ആ, ഏത് പെണ്ണ്? ഒരു പെണ്ണ്. നിന്നെ ഒരു പെണ്ണ്. പേരെന്തുവാ? അതറിയില്ല. ഓ, വീടോ? ഉംഹും. അടിപൊളി. എന്തു ചെയ്യുന്നു? നീ വണ്ടി കയറാ. പോവാതളിയാ. പിന്നല്ലാതെ ഏതോ ഒരു പെണ്ണ് ഫേസ്ബുക്കിൽ നമ്പർ എടുത്ത് പണി തരുന്നതാണ്. കേണിയാളിയാ കേണി. ഞാനന്ന് ബ്ലഡ് കൊടുത്ത കുട്ടിയാണെന്നാ പറഞ്ഞേ. ബ്ലഡ് കൊടുത്താ? നിന്റെ നമ്പർ എവിടെ കിട്ടി? ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ അമ്മയുടെ കയ്യിൽ നമ്പർ കൊടുത്തെന്ന്. ദേ, ഇത് വലിയ കാര്യമൊന്നുമല്ല. അല്ല, നീ എന്നാ പേര് ചോദിക്കാത്ത? അതിനങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് വല്ല അവസരം തരണ്ടേ? ഇത്രയ്ക്ക് വാദമില്ലാതെ അവള് എന്തുവാ പറയുന്നേ? അളിയ, അവള് പറയുന്നത് വളരെ വിചിത്രമാണ്. വിചിത്രോ? അതെ. അങ്ങനെയാണെങ്കിൽ ഇനി വിളിക്കുമ്പോ നീ അവളുടെ പേരും മറ്റും ചോദിക്കണം. എന്റെ ബലമായ സംശയം, ഒന്നല്ലെങ്കിൽ അവൾക്ക് പ്രാന്ത്, അല്ലെങ്കിൽ അവൾ വേറൊരു ഉടായിപ്പ്. പഴയ കാലമൊന്നുമല്ല. ഒരു പെണ്ണിനെ നീ വിശ്വസിക്കരുത്. നീ വാ. വന്ന് വണ്ടി കയറാം. ഫോൺ എടുക്കാനും മറന്നു. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എന്റെ ഫോൺ റൂമിലാടാ. നീ ബൈക്കിൽ കയറ്. ആ തേപ്പ് വെച്ച് എന്നെ വിളിച്ചു. അവന്റെ റൂമിലേക്ക് അല്ലേ? നീ കേറ്.
6 മിസ്ഡ് കോള്. അപ്പൊ തിങ്കളാഴ്ച പോവല്ലേ? ഇനി എന്നാ മടങ്ങി വരൂ? ഉടനെ ഇല്ല, മിനിമം 3 വർഷം. കുറച്ച് കാശുണ്ടാക്കിയാലേ പറ്റുള്ളൂ. എന്നാലും ഇപ്പോഴൊരു ഭയം. എന്തിനെ? ഗൾഫ് ജീവിതത്തെ. ആ നോവല് വായിച്ചത് പിന്നെ. അത് നോവലാ, ജീവിതമൊന്നുമല്ല. ഹോ, അത് പറഞ്ഞപ്പോ ഓർത്ത് നിന്റെ കാമുകി വിളിച്ച. ഏത് കാമുകി? നീ ചെയ്യുന്നതൊക്കെ മുൻകൂട്ടി പറയുന്ന അജ്ഞാത. അതാണ്. എന്തൊക്കെ ബഹളായിരുന്നു. കാക്കക്കൂട്ടത്തിന്റെ കരച്ചിൽ, ആട് ജീവിതം, തലമുടി നാര്, കയ്യൊപ്പ് സിനിമ, പിന്നെ മറ്റെന്തൊക്കെ ഉണ്ടല്ലോ. അവൾ എന്നെ വിളിക്കും. പിന്നെ അവൾക്ക് അതല്ല നേരം. അളിയത് ന്യൂ ജനറേഷൻ കാലാണ്. അവൾക്ക് വേറെ പയ്യന്മാരെ കിട്ടിക്കണം. അല്ല, ഒരിക്കൽ എന്നെ വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ. അതാണ്. ഒറ്റ പ്രാവശ്യം വിളിച്ചപ്പോ എടുക്കാത്തതോടെ അത് പോയി. അത്രേ ഉള്ളൂ. അത് വിട്. നീ ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുക. വാ പോവാ. വാടാ. അല്ല, എന്നാലും പെട്ടെന്ന് ഞാനൊന്നും ആവശ്യപ്പെട്ടതല്ല. എന്നെ വിളിച്ച് വാതോരാതെ 1 മിനിറ്റിൽ സംസാരിച്ചു. അതിനോടൊരിഷ്ടം, അത്രേ ഉള്ളൂ. ഫീഡ അളിയ, അവള് പോട്ര. നീ വാ. പോവാം. ആ, ഇറങ്ങ്. നീ പോയിട്ടോ, ഞാൻ വിളിക്കാം. വിളിക്കളിയാ. ശരിടാ, ഓക്കെ. ശരി. ഹലോ ഹലോ ഹലോ. മക്കളെ, ഒരിക്കൽ കൂടി വന്നൊന്ന് രക്തം തരാമോ? ആ, ഞാൻ വരാം. ആളിറങ്ങണം. ഹലോ അളിയ, നീ പെട്ടെന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വാ. ആ കുട്ടിയുടെ അമ്മ വിളിച്ചിരുന്നു. ബി പോസിറ്റീവ് ബ്ലഡ് വേണം. നീ ഇതൊരു പോയില്ലേ? നീ പെട്ടെന്ന് വാ. മോനെ, ഇനി രക്തം വേണ്ട. അവൾ പോയി. ഹലോ. ഞാൻ കോയി ബുദ്ധിന്നാ വിളിക്കണേ. ഹലോ ചേട്ടാ. ചേട്ടൻ എവിടെയാ? ചേട്ടൻ കടപ്പുറത്താണല്ലേ. നല്ല രസമുണ്ട് തിരയുടെ പാട്ട് കേൾക്കാൻ. ഹലോ.